എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, നിസാഉകും ഹർസുൽ ലക്കും. നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്, നിന്റെ ഭാര്യ നിന്റെ കൃഷിയിടമാണ്. പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃഷി ഇറക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ നല്ല മക്കളെ കിട്ടൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളായ മക്കൾ ഇവിടെ നിരന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാളും വലിയ ഒരു ഉപദേശം നിങ്ങൾക്ക് തരാനില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നല്ല ഉമ്മയ്ക്ക് നല്ല മക്കൾ ജനിക്കൂ, നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കൂ, നല്ല വാപ്പമാർക്ക് നല്ല മക്കൾ ജനിക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ, മുൻഗാമികളുടെ ചരിത്രം എടുത്തു നോക്കൂ, നിങ്ങൾ ആദരിക്കുന്നവരുടെ ചരിത്രം എടുത്തു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നിങ്ങൾ ആദരിക്കുന്നവരുടെ ചരിത്രം എടുത്തു നോക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഉമ്മാനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ, അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന ആണിനോടും പെണ്ണിനോടും അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറഞ്ഞല്ലോ, അതാ മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ പരിഗണിക്കേണ്ടത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനിനാണ് നീ മുൻഗണന നൽകേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു നല്ല ഉമ്മയ്ക്ക് നല്ല മക്കൾ ജനിക്കാറുള്ളൂ, അള്ളാനെ പേടിയുള്ള ഒരു വാപ്പയ്ക്ക് നല്ല മക്കൾ ജനിക്കാറുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാർ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, സാബിത്തിന് അല്ലാഹനെ വല്ലാത്ത പേടിയാണ്. പടച്ചവനെ, അല്ലാഹു ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാത്ത ചെറുപ്പക്കാരനാണ് സാബിത്ത്. അതാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അതാ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഹലാലാണെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ കഴിക്കൂല. ഒരു പാവപ്പെട്ടവനാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം തന്റെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കാരണം പട്ടിണിയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തന്നാലോ, ആരെങ്കിലും കഴിക്കാൻ ആഹാരം തന്നാലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അലഞ്ഞു നടക്കുകയാണ്, ഒരാളും അവിടുന്ന് ഭക്ഷണം കൊടുത്തില്ല. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം ഇങ്ങനെ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, തളർന്നു വീഴുകയാണ്. അവിടുന്ന് പട്ടിണി കാരണം, വിശപ്പിന്റെ കാഠിന്യം കാരണം അവിടുന്ന് ശരീരം തളർന്നങ്ങ് താഴേക്ക് വീഴുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്, വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ എടുക്കുകയാ. പടച്ചവനെ, കഴിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് ആപ്പിള് കഴിക്കാൻ തുടങ്ങി. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ആപ്പിള് കഴിക്കുകയാണ്. ആപ്പിളിന്റെ പകുതി തന്റെ ആമാശയത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, ഇതാരുടേതാണെന്ന് എനിക്കറിയില്ലല്ലോ, അല്ലാ, ഹറാമു കഴിച്ചല്ലോ, അല്ലാ, എന്റെ ശരീരത്തിൽ എന്റെ രക്തത്തിൽ ഹറാമു പടർന്നല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. അതാ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതിയെടുത്ത് കടിച്ചതിന്റെ പേരിൽ സാബിത്ത് ബിൻ ഇബ്രാഹിം അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് നിലവിളിക്കുകയാണ്, അവിടുന്ന് കരയുകയാണ്. പടച്ചവനെ, ജനങ്ങൾ വിചാരിച്ചു സാബിത്തിന് ഭ്രാന്ത് പിടിച്ചെന്ന്. വല്ലാതെ കരയുകയാണ്, വല്ലാതെ തേങ്ങുകയാണ്. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടുകയാണ്. ആ പുഴയുടെ എതിരെ
ഓടുകയാണ്. എന്തിനാണ് ഓടിയതെന്നറിയുമോ? എവിടെ നിന്നാണ് ഈ ആപ്പിൾ വീണതെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആ പുഴയുടെ ചാരത്തുകൂടെ അതാ കിലോമീറ്ററുകളോളം നടക്കുകയാണ്. അവസാനം സഞ്ചരിച്ച് ചെല്ലുമ്പോ ഒരു ആപ്പിൾ തോട്ടം കാണുകയാണ്. പടച്ചവനെ, സാബിത്തിന് മനസ്സിലായി ഇവിടെ നിന്നാണ് ഇത് വീണ്ടത്, ഇവിടെ നിന്നാണ് വീഴാൻ സാധ്യതയുള്ളത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടതാ പടച്ചവനെ ആപ്പിളിന്റെ തോട്ടത്തിനകത്തേക്ക് കടന്നു ചൊല്ലുകയാ. അവിടെ കാണുന്ന മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നിലവിളിച്ചുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. സാബിത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ആ തോട്ടക്കാരനായ മനുഷ്യൻ പറയുന്നു, സാബിത്തേ, ഞാൻ ഈ തോട്ടത്തിലെ തൊഴിലാളിയാ, എനിക്ക് പൊരുത്തം തരാൻ കഴിയില്ലല്ലോ, ഞാൻ മുതലാളിയല്ലല്ലോ, ഞാനിവിടത്തെ തൊഴിലാളിയാണല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്ന, മുതലാളിയുടെ വീട് എവിടെയാണ്? അവിടെ നിന്ന് പറഞ്ഞു, സാബിത്തേ, 3 ദിവസം രാവും പകലും സഞ്ചരിക്കണം എന്റെ യജമാനന്റെ വീട്ടിലേക്ക് കടന്നു പോകാറ്. ആ സമയത്ത് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്ന ഈ പകുതി ആപ്പിൾ ഉണ്ടല്ലോ, ഇതിന്റെ പൊരുത്തം ചോദിക്കാ 300 കൊല്ലം പോകണമെങ്കിലും ഈ സാബിത്ത് പോകാ തയ്യാറാ. 300 വർഷം സഞ്ചരിക്കാനും ഞാൻ തയ്യാറാ. എനിക്ക് വേണ്ടത് പൊരുത്തമാണ്, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. അല്ലാഹുവേ, അവിടുന്ന് പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം ആ തോട്ടത്തിന്റെ മുതലാളിയായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു പ്രായമുള്ള മനുഷ്യനാണ്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം അവിടുന്ന് കരഞ്ഞുകൊണ്ട് ചെന്നിട്ട് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണം. സുബ്ഹാനല്ലാഹ്, ആ പ്രായമുള്ള മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുന്നു, ആരാ അല്ലാ, ഈ മനുഷ്യനാരാ അല്ലാ? ഈ ചെറുപ്പക്കാരൻ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ഇവൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന്റെ പൊരുത്തം ചോദിക്കാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് മനസ്സിലാവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, സാബിത്തേ, പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ എന്നറിയുമോ? എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. അങ്ങനെയുള്ള എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഞാൻ സമ്മതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കല്യാണം കഴിഞ്ഞു. അവസാനം മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, സുന്ദരിയായ ഒരു പെണ്ണുമണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാ നിന്റെ ഭാര്യ, ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യ. എന്റെ കണ്ണ് കാണില്ലെന്ന് എന്റെ പിതാവ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ കണ്ണ് കാണില്ല എന്ന് എന്റെ പിതാവ് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഓർമ്മ വെച്ച കാലം മുതൽ അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒന്നും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് പറയുകയാണ്, ഓർമ്മ വെച്ച കാലം മുതൽ അല്ല കാണരുതെന്ന് പറഞ്ഞ ഒന്നും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അല്ലാഹു കേൾക്കരുതെന്ന് പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അല്ലാഹു പോകരുതെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല. അവൾ അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണായിരുന്നു. അവള് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയും ഉമ്മയുമാരാ,
ആ പെണ്ണ് അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണ്. പടച്ചവനെ, വാപ്പയാരാണ്? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരാപ്പിള് പട്ടിണി കിടന്ന് തളർന്നു കിടന്നപ്പോ ആ ബോധമില്ലാത്ത സമയത്തെടുത്ത് കഴിച്ചതിന്റെ പൊരുത്തം ചോദിക്കാൻ 3 ദിവസം രാവും പകലും സഞ്ചരിച്ചു പോയ മനുഷ്യനാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അവര് രണ്ടുപേരും കുടുംബജീവിതം നയിച്ചു. അവര് മണിയറയ്ക്കകത്തേക്ക് കടന്നു. അവര് ശാരീരികമായി ബന്ധപ്പെട്ടു. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. അല്ലാഹു അവർക്കൊരു മകനെ കൊടുത്തു. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകൻ ആരായിരുന്നെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. 4 ഇമാമുകളിൽപ്പെട്ട ഒന്നാമത്തെ ഇമാമായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നല്ല മാതാപിതാക്കൾക്കാണ് നല്ല മക്കൾ ജനിക്കുന്നത്. നല്ല ഉമ്മമാരുടെ വയറ്റിലാണ് നല്ല മക്കൾ പിറങ്ങുന്നത്. ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമായ കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചരിത്രങ്ങൾ എടുത്തു നോക്ക്. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രമുണ്ടല്ലോ. അതാ പടച്ചവനെ, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. ഈന്തപതാ മുന്തിരിത്തോട്ടത്തിലെ കാവൽക്കാരനാണ് മുബാറക്. പടച്ചവനെ, ഒരു ദിവസം കോടീശ്വരനായ യജമാനന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വന്നപ്പോ യജമാനൻ മുബാറക്കിനെ വിളിക്കുന്നു. മുബാറക്കേ, വിരുന്നുകാർക്ക് ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുവരാറ്. മുബാറക് എന്ന് പറയുന്ന അടിമയിന്തതാ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. യജമാനൻ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കുമ്പോ വല്ലാത്ത പുളിയാ. യജമാനൻ പറഞ്ഞു, മുബാറക്കേ, മധുരമുള്ളത് പറിച്ചു കൊണ്ടുപാടാ. രണ്ടാമതും മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ഒരു കുല മുന്തിരി മുറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. എടുത്ത് കഴിക്കുമ്പോ വല്ലാത്ത കയ്പാ. യജമാനന്റെ മുഖമങ്ങ് ചുമക്കുകയാ. നീ എന്തടാ കളിയാക്കുന്നു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരാനാണ്, വീട്ടിൽ വന്നിരിക്കുന്ന വിരുന്നുകാർക്ക് കൊടുക്കുവാനാണ്. മൂന്നാമതും അവിടെ നിന്ന് കടന്നു ചെന്നു. പടച്ചവനെ, അതാ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോ ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോ വല്ലാത്ത പുളിയും വല്ലാത്ത കയ്പുമാ. യജമാനന് വല്ലാത്ത ദേഷ്യം വന്നു. നീ എന്നെ പരിഹസിക്കുകയാണോ? എന്നെ നീ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് മുബാറക് എന്ന് പറയുന്ന തോട്ടം തൊഴിലാളിയുടെ മുഖത്തടിക്കുകയാണ്. തന്റെ വീട്ടിലെ ജോലിക്കാരനെ തല്ലുകയാണ്. എടാ, 10 വർഷമായല്ലോ നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 10 കൊല്ലമായല്ലോ നീ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മധുരമുള്ളതേതാ, മധുരമില്ലാത്തതേതാ എന്ന് പറഞ്ഞുകൊണ്ട് യജമാനം തല്ലുമ്പോ മുബാറക് എന്ന് പറയുന്ന അടിമ ചോദിച്ചത് എന്തെന്നറിയോ? ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മുബാറക് എന്ന് പറയുന്ന അടിമ ചോദിക്കുകയാ, 10 വർഷക്കാലമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. താഴെ വീണ ഒരെണ്ണമെങ്കിലും എടുത്ത് കഴിച്ചാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്കറിയാൻ പറ്റൂ. എന്റെ ജോലി എന്താ? മുന്തിരിത്തോട്ടം നോക്കല. എന്നോട് കഴിക്കാൻ നിങ്ങൾ ഇന്നുവരെ അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഞാൻ താഴെ വീണ ഒരെണ്ണം പോലും ഞാൻ എടുത്ത് കഴിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലിയ മനുഷ്യൻ ഇങ്ങനെ കണ്ണു തള്ളിപ്പോയി. പടച്ചവനെ, ആരാ അല്ലാ ഇത്? അദ്ദേഹം കരഞ്ഞുകൊണ്ട് തൻ്റെ വീടിനകത്തേക്ക് കടന്നു ചെന്നു. സുന്ദരിയായ തൻ്റെ പൊന്നുമകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വാപ്പ ഒരു നല്ല പുതിയാപ്പളയെ തെരഞ്ഞെടുത്തു. വാപ്പ നിനക്ക് നല്ല ഒരു പുതിയാപ്പളയെ കണ്ടെത്തി. പൊന്നുമോള് ചോദിച്ചു, ആരാ വാപ്പ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മുബാറക്. ആ മോള് ചോദിച്ചു, ഉപ്പാ, എന്തേ ഈ അടിമയെ തെരഞ്ഞെടുത്തത്? നമ്മുടെ തോട്ടത്തിലെ തൊഴിലാളിയെ തെരഞ്ഞെടുത്തത് എന്തേ? ആ സമയത്താണ് വാപ്പ തൻ്റെ മകളോട് പറഞ്ഞു കൊടുത്തു,
ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും തെരഞ്ഞാലും ഇവനെക്കാളും നല്ല ഒരുത്തനെ ഇനി കണ്ടെത്താൻ പറ്റൂല. ഇവനെക്കാളും അല്ലാഹുവിനെ ഭയമുള്ള ഒരാളെ ഇനി കണ്ടുപിടിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ആ സമയത്ത് ആ പൊന്നുമകള് വാപ്പയോട് ചോദിച്ചു, വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എങ്കിൽ എനിക്കും ഇഷ്ടമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ ആയിരുന്നു. 22 പെൺകുട്ടികൾ എങ്ങനെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവളും +1 പഠിക്കുന്നവളും 18 തികഞ്ഞവൾ വീട്ടിൽ വന്നിട്ട് ജന്മം കൊടുത്ത പിതാവിനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരണം. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്കവനെ കല്യാണം കഴിച്ചു തരണം. വാപ്പ ഇങ്ങനെ ഷോക്കായതുപോലെ ഇരിക്കുക. അവസാനം മോനെ കുറിച്ച് തെരഞ്ഞിട്ട് വാപ്പ പറയും, മോളെ അവൻ മുസ്ലിം പോലും അല്ലല്ലോ, അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ എൻ്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ ഞാൻ ഒളിച്ചോടും. കോടതിയിൽ പോയാൽ കോടതിയിലിരിക്കുന്ന ജഡ്ജി എന്നോട് ചോദിക്കും, കാമുകനെ വേണോ മാതാപിതാക്കളെ വേണോ? ഞാൻ പറയും അവനെ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നാ മകള് പിതാവ് പറഞ്ഞ ഉടനെ ചോദിച്ചു, വാപ്പായ്ക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ചു കൊടുത്തു. അള്ളാഹു അവർക്ക് കൊടുത്ത മകൻ്റെ പേരെന്തെന്നറിയുമോ? മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതൻ. ആ ഉമ്മയുടെ മകനായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം 2 ചെറിയ ഉദാഹരണം മാത്രം. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളുള്ള വാപ്പയോടും ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ ബാധ്യത പാലിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? നിന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവനൊരു നല്ല ഉമ്മയെ കൊടുക്കല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ആ പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ദീൻ നോക്കുന്നേ? പണമുണ്ടോ എന്ന് നോക്കും, സൗന്ദര്യമുണ്ടോ എന്ന് നോക്കും, വലിയ കുടുംബമഹിമ. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. ദീൻ അങ്ങനെ ആരും പരിഗണിക്കാറില്ല. ആവശ്യത്തിന് പണം കിട്ടിയാൽ മതിയല്ലോ. എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, ഒരിക്കലും പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. വാപ്പായും ഉമ്മായും എത്ര സുന്ദരിയായ പെണ്ണിനെ കണ്ടാലും നിനക്കിഷ്ടപ്പെട്ടാലും അവർ പറയും പൈസയില്ല. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഒരിക്കലും പൈസ നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. മൻ തസവ്വജ ലിഇംറഅതി മാലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയാൽ നീ എത്ര കോടിക്കണക്കിനുള്ളവനാണെങ്കിലും അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ലക്ഷ്യം പണമാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ ഉറപ്പായിട്ടും അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരും. അതുകൊണ്ട് പണം നോക്കിയിട്ട് ഒരിക്കലും പെണ്ണ് കെട്ടരുത്. 2, സൗന്ദര്യം. ഏറ്റവും വലിയ വിഷയമാണ് സൗന്ദര്യമാണ് എന്നെല്ലാവരും നോക്കണത്. ദീനൊന്നും ആരും പരിഗണിക്കത്തില്ല. കണ്ട ഐശ്വര്യറായിയുടെ മകളെ പോലെ ഇരിക്കണം, ഹൂറില്യങ്ങളെ പോലെ ഇരിക്കണം. അതാ കരിക്കട്ട പോലെ ഇരിക്കുന്നവനും ആഗ്രഹിക്കുന്നത് സൗന്ദര്യമാണ്. സൗന്ദര്യം ഒരു വലിയ വിഷയമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കരുത്. ദീനില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കരുത്. കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്, എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബമഹിമ നോക്കരുത്. ദീനില്ല, വലിയ കുടുംബമഹിമയുണ്ട്, വലിയ അറിയപ്പെടുന്ന കുടുംബക്കാരാ, തലയെ പോലും തുണിയിടത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പൈസയുള്ളവരാ. അപ്പൊ വലിയ കുടുംബം മാത്രം നോക്കിയിട്ട് നീ വിവാഹം കഴിക്കരുത്. കുടുംബം മാത്രം നോക്കിയിട്ടാണ് നീ വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ നിനക്കൊരു വിലയുണ്ടാകില്ല, നിനക്ക് ഇസ്സത്ത് ഉണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ദീനുണ്ടെങ്കിലോ, പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും കുടുംബമഹിമയില്ലെങ്കിലും സമാധാനമുള്ള ജീവിതം ഉണ്ടാകും. ഈ പറഞ്ഞ 3 കാര്യമില്ലെങ്കിലും ദീനുണ്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ പൊന്നുമകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ മുസ്ലിം പോലുമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മയ്ക്ക് വലിയ ഒരു റോളുണ്ട്. ഉമ്മയ്ക്ക് വല്ലാത്ത ഒരു റോളുണ്ട്, പെൺകുട്ടികൾക്ക് വല്ലാത്ത ഒരു റോളുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് 3 പെൺമക്കൾ അള്ളാഹു നൽകി, 3 പെൺമക്കൾ അള്ളാഹു ആർക്കെങ്കിലും നൽകി,
ആ 3 പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നത് വരെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നാളെ സ്വർഗമുണ്ട്, സ്വർഗത്തിൽ അവരെൻ്റെ കൂടെയാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എടോ നബി തങ്ങൾ പറഞ്ഞത് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്. മുത്തുനബി എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞു, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പെൺമക്കളെ കൊടുത്തു, ആ 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ കൂടെയാണ് എന്ന് പറയണമെങ്കിൽ ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജിഹാദ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത്രയും നാളും 18 വയസ്സ് വരെ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം 21 കേട്ടതുകൊണ്ട് ആടെ പോയിരിക്കാം. 21 വയസ്സെന്ന് കേട്ടപ്പോഴേ എല്ലാവരുടെയും തല പോയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രയും വലിയ പ്രതിഫലം. കാരണം ഒരു പെണ്ണ് നന്നായാൽ ലോകം നന്നാകുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കല. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് ഷോക്കുണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൂടുതൽ പറയാത്തത്. നിങ്ങൾ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുത്ത് നിൻ്റെ ആമിന, നിൻ്റെ ആയിഷ, നിൻ്റെ ഫാത്തിമ, അവരുടെ മുഖം ഓർമ്മ വരട്ടെ. എന്നിട്ട് ചിന്തിച്ച് നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് ഈ മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, രണ്ടാമത്തെ ബാധ്യത, നിനക്ക് നല്ല ഒരു പേരിടൽ വാപ്പയുടെ കടമയാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേരിടുക. ഇരിക്കണ എല്ലാ ഉപ്പമാരും നിങ്ങളുടെ സ്വന്തം മക്കളുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇരിക്കണ വാപ്പമാരും ഉമ്മമാരും ചിന്തിക്കുക. നിങ്ങളുടെ മക്കളുടെ പേര് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ അതിൻ്റെ അർത്ഥം? നമ്മളിൽ പലർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. നമ്മൾ പേര് നോക്കുന്നത് ഗർഭിണിയാകുമ്പോഴേ ഭാര്യയും ഭർത്താവും കൂടെ ചർച്ചയാ. പേര് വേണം, ഒരു ആണിൻ്റെ പേര്, ഒരു പെണ്ണിൻ്റെ പേര്. വെറൈറ്റിയാ വേണ്ടേ? എവിടെയും വെറൈറ്റിയാ വേണ്ടേ? ആരും അർത്ഥം നോക്കാറില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരിന് വല്ലാത്ത ഒരു മഹത്വമുണ്ട്, പേരിന് വലിയ ഒരു റോളുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വ്യക്തമായി പറഞ്ഞു തരാം. എവിടെയോ ഈ അടുത്ത് ഞാൻ കുറെ നാളെ ഇങ്ങനെ വഅദിന് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, എൻ്റെ മകളുടെ പേരൊരു വെറൈറ്റി പേരാ, എൻ്റെ മകളുടെ പേരൊരു വെറൈറ്റി പേരാ. വല്ലാത്ത അത്ഭുതം തോന്നി. എനിക്കൊന്ന് ആഗ്രഹം തോന്നി, എന്താ പേരെന്ന് കേൾക്കാൻ. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഒരു വാപ്പ തൻ്റെ മകൾക്കിട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ്, മകളുടെ പേരാണ് ഫാത്തിമ. അതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നു പ്രസവ രക്തമെന്ന്. ഞാൻ പറഞ്ഞ്, അടുത്തതിന് ഹൈലും കൂടെ ഇട്ടാൽ മതി, അപ്പം ശരിയാവുമല്ലോ. ചിരിക്കൊന്നും വേണ്ട. നിന്റെ മോൻ്റെ പേരെന്താ? നിന്റെ മകളുടെ പേരെന്താ? എടോ, പണ്ടുള്ളവര് പേരിടുമ്പോൾ ഉസ്താദന്മാരോട് ചോദിക്കും, അറിവുള്ളവരോട് ചോദിക്കും, 4 പേരോട് ചോദിച്ചിട്ടേ മക്കൾക്ക് പേരിടും. ഇന്നോ യൂട്യൂബിൽ നോക്കും, കൊട്ടാരം, വാതില്, തല, അർത്ഥങ്ങള്. ചിരിക്കൊന്നും വേണ്ട. നിങ്ങൾ ഓരോരുത്തരും ഈ ഇരിക്കണ ഉപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോൻ്റെ പേരിൻ്റെ അർത്ഥം അറിയണ എത്ര വാപ്പമാരുണ്ട്? കൈവെക്കാൻ വേണ്ട. ആരും പൊക്കണ്ട. ഞാൻ വെറുതെ നാണം കെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടോ, സ്വന്തം മകന് പേരിടുമ്പോൾ, എൻ്റെ വാപ്പ എനിക്കിട്ട പേര് സിറാജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടത് ദീനിൻ്റെ വിളക്കേ, ദീനിൻ്റെ വിളക്കേ, ദീനിൻ്റെ വിളക്കേ എന്ന് വിളിക്കണതാ. കോടിക്കണക്കിന് പേര് ആ പേര് വിളിച്ചിട്ടുണ്ട് എന്നെ. അള്ളാഹു ഇഷ്ടപ്പെട്ട ആരോ ഒരാൾ വിളിച്ചു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല. ഞാൻ പറയുന്നത്, ദീനിൻ്റെ വിളക്കേ എന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട ആരോ ഒരു മനുഷ്യൻ്റെ വിളി അല്ല കേട്ടു. അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കണേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കൾക്ക് നല്ല പേരിടണം. ഇത് വാപ്പയുടെ ബാധ്യതയാ, അല്ലാതെ ഉമ്മയുടെ ബാധ്യതയല്ല. ഓള് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, വേണ്ട വേണ്ട വേണ്ട. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് ഞാൻ പറയണില്ല. മക്കൾക്ക് നല്ല പേരിടണം. ഏതാ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേരേതാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നായിരുന്നില്ല. മനസ്സിലാക്കേണ്ടത് എവിടെയാ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി.
നബിയിന റസൂലുള്ളാഹി അബ്ദുള്ള എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ഒരു മനുഷ്യനുണ്ട്, 2 പേരുണ്ട്. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. അബ്ദുറഹ്മാൻ, അവിടെ ഒരാളുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണേ? നിങ്ങളെന്താ ഷോക്ക് പോലെ? ഞാൻ പറഞ്ഞില്ല, എന്തൊരു ക്ലാസ് പോയിട്ട് കണ്ടാൽ മതി. അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഞാൻ പറയുന്ന, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, ഗർഭിണികളായ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പേരിടുമ്പോൾ ഖുർആൻ നോക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ഖുർആനിലെ ആയത്തുകളിൽ എവിടെയെങ്കിലും നിന്റെ മോൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ നോക്ക്. അല്ലെങ്കിൽ ബദരീങ്ങളുണ്ടല്ലോ, സ്വഹാബികളുണ്ടല്ലോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ വെറൈറ്റി പേര് ലോകത്താരും പറഞ്ഞിട്ടില്ല. വെറൈറ്റി ചിന്തിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നു, ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഖുർആൻ പറഞ്ഞ പേരുകളാ. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഴി. എന്നാ വെറൈറ്റി പേര്! ദാഴി എന്ന് എഴുതാൻ അറിയാവൂടാ ചങ്ങാതി? പ്രബോധകൻ. അതാ വെറൈറ്റി പേരുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. നബിതങ്ങളുടെ പേര് പറയുമ്പോൾ അതൊക്കെയാ മക്കൾക്ക് ഇടേണ്ടത്. അല്ലാതെ നിങ്ങളെ കിട്ടിയിരിക്കുന്ന പേര് അടിച്ചു നോക്ക്. മക്കളുടെ പേരിന് വലിയ ഗുണമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളുടെയും പേര് മാറി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളുടെയും പേര് മാറി. പിന്നെ ഭർത്താവിൻ്റെ പേര്. എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ പേര് ചേർക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഉസ്താദിനോട് ചോദിക്കണം, മോളെ അങ്ങനെ പേര് ചേർക്കാൻ പാടുണ്ടോ എന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം എൻ്റെ ഭാര്യയുടെ പേര് സുമയ്യ, കല്യാണം കഴിഞ്ഞാൽ സുമയ്യ സിറാജ്. സുമയ്യ സിറാജ്. അങ്ങനെ പേരങ്ങ് മാറുക. അങ്ങനെ മാറ്റാൻ പറ്റുമോന്നും? നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു കുട്ടിയുടെ കൂടെ ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കാൻ ഒരൊറ്റ മനുഷ്യന് മാത്രമേ അർഹതയുള്ളൂ. ഒരാളുടെ പേര് മാത്രമേ കൂടെ ചേർക്കാൻ അർഹതയുള്ളൂ. ആരുടെ പേര്? ജന്മം കൊടുത്ത വാപ്പാടെ പേര്. വാപ്പാടെ പേര് മാത്രമേ കൂടെ ചേർക്കാൻ അർഹതയുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും ഉമർ തങ്ങൾ ആ മകനോട് ചോദിച്ചു, നിന്റെ പേരെന്താന്ന്? ആ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പ നിനക്കിട്ടിരിക്കുന്ന പേരെന്താ? ജുഅല, കരിവണ്ട്. വാപ്പ മോനിട്ടിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ റബ്ബറൊക്കെ ഉള്ളവർക്കറിയാം. റബ്ബറിൻ്റെ ഇടയ്ക്ക് ഒരു വെളിച്ചത്തിൽ ഒരു കോട്ടരുമേന്ന് എന്തോ പറയും ഇവിടൊക്കെ അതിന്. അങ്ങനെ എന്തൊരു പേരില്ലേ? ഒരു കറുത്തൊരു വണ്ടില്ലേപ്പാ, 2 ചിറകുള്ള. ഒരു വാപ്പ മോനിട്ടിരിക്കണ പേരാ കരിവണ്ടെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്താ ഇട്ടിരിക്കണേ? നിന്നെ മക്കൾക്കിട്ടിരിക്കണ പേരെന്താന്ന് നീ ഇന്നെങ്കിലും അർത്ഥം ഒന്ന് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഇതൊന്നുമല്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരിട്ടിട്ടുണ്ട് മുഹമ്മദ്. ഒരുപാട് മനോഹരമായ പേരുകൾ, നല്ല നല്ല പേരുകൾ നിങ്ങളുടെ മക്കൾക്ക് ഇട്ടിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സഅദ്, സുബൈർ, ഇങ്ങനെ മനോഹരമായ പേരുകൾ. ഇരിക്കണ പെണ്ണുങ്ങൾ ആയിഷ, ഖദീജ, ഫാത്തിമ, നഫീസ, മൈമൂന, മറിയം, എല്ലാവരും നല്ല പേരിട്ടിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളിൽ എത്ര പേരാ സ്വന്തം മക്കളുടെ പേര് വിളിക്കുന്നത്? ഒരു വാപ്പ തൻ്റെ മകന് പേരിട്ടിരിക്കുകയാ മുഹമ്മദ് ഹസൻ. ഒരു വാപ്പ തൻ്റെ മകനിട്ടിരിക്കുന്നത് പേര് ഹസൻ എന്ന് പേരിട്ടിട്ടുണ്ട്. ഈ വാപ്പ തന്നെ മകനെ എന്താ വിളിക്കണം? മോനെ അക്കുവേ എന്നാ വിളിക്കണേ. മോനെ കുക്കുവേ, അക്കുവേ. എടാ നന്മയുള്ളവനെ എന്ന് നിന്റെ നാവ് കൊണ്ട് നീ ഒരു 100 വട്ടം വിളിച്ചാൽ ചിലപ്പോൾ അവൻ നന്നായി പോകും. നീ അത് വിളിക്കൂല. നിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്നേഹം കൂടുമ്പോൾ നീ അവനെ വല്ല മൃഗത്തിൻ്റെ പേരും വിളിക്കും. അവസാനം അവൻ നിന്നെ കൊല്ലും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ. ഈ ഫാൻ വേണ്ടപ്പ.
ഇന്ന് ഓഫായിക്കും. ഡോക്ടറാണ് നിങ്ങൾ തന്നെ ഡോക്ടർ അത് അൽഹംദുലില്ലാ. ഇങ്ങോട്ട് നോക്കിക്കേ, വാപ്പ തൻ്റെ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഒരു മകൻ തൻ്റെ അമ്മ വീടിനകത്ത് കിടക്കുമ്പോൾ 30-ൽ പരം വെട്ടുകൾ വെട്ടി അമ്മയെ കൊല്ലുക. അടുത്ത റൂമിൽ ആക്സിഡന്റ് പറ്റിയിട്ട് അച്ഛൻ കിടന്ന് നിലവിളിച്ച് സൗണ്ട് കേട്ടപ്പോൾ ഉടനെ പോയി അച്ഛനെയും വെട്ടി. ഇവർ രണ്ടുപേരെയും വെട്ടി നുറുക്കിയിട്ടിട്ട് കീടനാശിനി എടുത്തിട്ട് ആ പച്ച മുറിവിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലൂടെ കീടനാശിനി എടുത്തൊഴിച്ചിട്ട് അവർ മരണവപ്രാളത്തിൽ കടന്ന് പിടയുമ്പോൾ ഇവൻ രണ്ടുപേരുടെ ഇടയിലിരുന്നിട്ട് ആപ്പിൾ തിന്നുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ മക്കൾ ആലോചിക്ക്, രണ്ടുപേരും മരിച്ചു കഴിഞ്ഞപ്പോൾ കുളിപ്പരയിൽ കയറി കുളിച്ചിട്ട് ബാംഗ്ലൂർ പോയവൻ. എന്തുകൊണ്ട് സഹോദരങ്ങളെ പേടിയ സഹോദര? അള്ളാഹു നിനക്കൊരു മക്കളെ തന്നിട്ട് ആ മക്കൾക്ക് നല്ല പേരിട്ടിട്ട് നീ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഹസൻ എന്ന് പേരിട്ടാൽ ഹസനെ, മോനെ ഹസനെ, മോനെ അബൂബക്കറെ, മോനെ ഉമറെ, മോനെ സിറാജെ, മോനെ മുനീറെ എന്തുകൊണ്ട് നീ വിളിക്കുന്നില്ല? നിന്റെ നാവ് കൊണ്ട് ഒരു വാപ്പയും ഒരു ഉമ്മയും തൻ്റെ മക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കുന്നത് പോലെ ലോകത്ത് വേറെ ആര് ദുആ ചെയ്താലും സ്വീകരിക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നത് പോലെ ആരെങ്കിലും ദുആ ചെയ്താൽ സ്വീകരിക്കൂ? എത്രയോ ഉമ്മമാർ കണ്ണിന് കാഴ്ചയില്ലാത്ത മകന് കരഞ്ഞു ദുആ ചെയ്തിട്ട് കാഴ്ച വെച്ചു കൊടുത്തില്ലേ? തൻ്റെ മക്കൾക്ക് കാഴ്ചയില്ലാതെ പോയിട്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ട് എന്തിനാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവസാനം പർവ്വതത്തിലേക്ക് കയറുമ്പോൾ കാല് തെറ്റിയിട്ട് താഴെ വീണപ്പോൾ അല്ല പറഞ്ഞു, മൂസ സൂക്ഷിച്ചു നടാ, ഉമ്മയുണ്ടായിരുന്നു ദുആ ചെയ്യാൻ, ഇനി ഉമ്മ മരണപ്പെട്ടു പോയി. അതാണ് ഉമ്മയും ബാപ്പയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് നിന്റെ നാവ് കൊണ്ട് 10 വട്ടം വിളിക്ക്, അവൻ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഒരു വാപ്പയുടെ രണ്ടാമത്തെ ബാധ്യതയാണ് മക്കൾക്ക് നല്ല പേരിടുക, ആ പേര് വിളിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വലിയ കാരണങ്ങളുണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒരു കുട്ടി നന്നാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയമുണ്ട്. കുട്ടിക്ക് ആരാണ് പേരിടേണ്ടത്, ആരാണ് മധുരം കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ആരാ തൊട്ടു കൊടുക്കേണ്ടത്, തൊട്ടു കൊടുക്കുന്നതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവിക്കുന്നതിന് മുമ്പേ പറയും എൻ്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി, എൻ്റെ ഉമ്മാമ തൊട്ട് കൊടുത്താൽ മതി. പലരും ചോദിക്കുമല്ലോ, തൊട്ടു കൊടുക്കാൻ പറയുന്നത് വെറുതെയല്ല, അതിനകത്ത് വലിയ ഒരു പാഠമുണ്ട്. കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുമല്ലോ, ഇവൻ ആരാടാ തൊട്ടു കൊടുത്തതെന്ന്. അതെന്തിനാ ചോദിക്കണേ? മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുമല്ലോ, ഇവൻ ആരാ തൊട്ടു കൊടുത്തത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊട്ടു കൊടുക്കുന്നവൻ്റെ ചില ഗുണങ്ങൾ ആ കുട്ടിക്കുണ്ടാകുന്ന അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ മോന് തൊട്ടു കൊടുത്തത് പള്ളിയിൽ പോലും കയറാത്ത മനുഷ്യനാ. അതുകൊണ്ടൊരു വാപ്പയ്ക്ക് തൻ്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ അവന് നല്ല പേരിടൽ ഒരു വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ കടമ എന്താ? ഇനിയാണ് കേൾക്കേണ്ടത്. ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്ക് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വാപ്പയുടെ മൂന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അവന് അദബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവന് നന്മ പഠിപ്പിച്ചു കൊടുക്കല് ഒരു വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല നിന്റെ മോനെ നന്നാക്കല്, നിന്റെ മകളെ നന്നാക്കല്. അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, അത് വാപ്പയായ നിന്റെ ജോലിയാണ്. നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ നിന്നെ കൊണ്ട് കഴിയണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതാ നിന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കൽ ഒരു വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയുടെ ഉത്തരവാദിത്തമാണ് തൻ്റെ മക്കളെ നന്നാക്കൽ, അവൻ അദബ് പഠിപ്പിച്ചു കൊടുക്കൽ. അല്ലാഹ് ആരാണെന്ന് പറയണം, നബി ആരാണെന്ന് പഠിപ്പിക്കണം, ദീൻ എന്താന്ന് പഠിപ്പിക്കണം. നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ബറക്കത്തിൻ്റെ മാസം, അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസം. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ.
പലർക്കും ബറക്കത്തെന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ പലർക്കും അറിയില്ല. സത്യത്തിൽ ബറക്കത്തെന്ന് പറഞ്ഞാൽ എന്താടോ ഈ ചങ്ങായിമാരെ? ബറക്കത്തെന്ന് പറഞ്ഞാൽ എന്താ? ബറക്കത്തെന്ന് പറയും. ബറക്കത്തെന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് കെട്ടി ഇങ്ങനെ കൂടുതൽ കിട്ടല, 2 നില വീട് കെട്ടല, അല്ലെങ്കിൽ ജോലി ഉണ്ടാകലോ, അതൊന്നും അല്ല ബറക്കത്ത്. ബറക്കത്ത് എന്താണെന്ന് ആദ്യം പഠിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തി നബി ദുആ ചെയ്തു, അല്ലാ ഒരു വാപ്പയ്ക്ക് നീ ബറക്കത്ത് ചെയ്യണേ എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കപ്പറ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു. ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാർക്ക് ബറക്കത്ത് കിട്ടാൻ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്ക് തൻ്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി, തൻ്റെ മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏത് വാപ്പയാണോ വീട്ടിൽ ഒരു വടി തൂക്കിയിട്ടിരിക്കുന്നത്, ആ വാപ്പയ്ക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്ക് തൻ്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടിവെച്ചിട്ടുണ്ടോ, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു കമ്പ് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. TV മേടിച്ചു വെച്ചിട്ടുണ്ടോ? പൊക്കണ്ട, ആരും കൈ പൊക്കണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. എന്താ പഠിപ്പിച്ചേ? അങ്ങനെയല്ലട മക്കളെ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ, നിങ്ങളുടെ നാവ് കൊണ്ട് പറ, നിങ്ങൾ മിണ്ടാതിരി, നിങ്ങളൊന്ന് പറഞ്ഞേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം, തല്ലിയിട്ട് നിസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവൊക്കെ ഞാൻ ഒന്ന് കണ്ടോട്ടെ, മരിക്കുന്നതിന് മുമ്പ് കാണാൻ. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞേ. എടോ ബറക്കത്ത് വേണോ? ഒരു വടി പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മുടെ വാപ്പ പണ്ടുള്ളവരങ്ങനെ ആ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ട്. ആ വടിയായിരുന്നു നമ്മളെ നേരെയാക്കിയത്. പിന്നെ ഇന്ന് വടി വെട്ടി വെക്കാൻ പേടിയാ. വീട്ടിൽ വാപ്പമാർക്ക് വടിയെടുത്ത് വെക്കാൻ പേടിയാ. കാരണം ആ വടിയെടുത്തിട്ട് മക്കള് നമ്മളെ തല്ലും. പേടിയാ നമുക്ക്. നമ്മളെ തല്ലി ഇന്ന് വാപ്പ അങ്ങോട്ട് തല്ലാൻ പോയാൽ വടി മേടിച്ചിട്ട് മക്കള് നമ്മളെ തല്ലും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പറഞ്ഞാലും പേടി. അങ്ങോട്ട് കയറി തൂങ്ങിക്കളയും. കയറി വീടിനകത്ത് കയറിയോ തൂങ്ങാ, ഫോൺ മേടിച്ചാ തൂങ്ങാ, ബൈക്ക് എന്ത് കൊടുത്തില്ലെങ്കിൽ ചാവുക. നിങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കാം. പ്രായമുള്ള കാരണവന്മാരൊക്കെ പള്ളിയുടെ പടിയിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നിന്നിങ്ങനെ വീടി വലിക്കുന്നു. അത്രയും പ്രായമുള്ളവരുടെ മുന്നിൽ നിന്നിട്ട്. അപ്പോൾ ഇവൻ്റെ വാപ്പായെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഡാ നിൻ്റെ മോൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരുടെ മുന്നിൽ നിന്നുകൊണ്ട് വീടി വലിക്കുന്നു, നീ അവനെ ഒന്ന് ഉപദേശിച്ചുകൂടെ? നിനക്ക്, നിൻ്റെ മോനല്ലേ, ഈ പ്രായമുള്ളവരുടെ മുന്നിൽ നിന്ന്, പള്ളിയുടെ മുന്നിൽ നിന്ന് വീടി വലിക്കാതെ ഒന്ന് മാറി നിന്ന് വലിക്കണേ എന്നൊന്ന് ഉപദേശിച്ചുകൂടെ എന്ന് പള്ളിയിൽ വന്നൊരാൾ പറഞ്ഞു. അപ്പോൾ വാപ്പ പറയുക, നിങ്ങൾ അവനെ കാണുവാണെങ്കിൽ പറ എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കരുതെന്ന്. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുന്ന കാലം, അതാ കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, മക്കള് നന്നാകണം, മക്കളെ കുറ്റം പറയുന്ന ഓരോ ഉപ്പയും ഉമ്മയും അറിയേണ്ടത്, അവരല്ല നന്നാകേണ്ടത്, ആദ്യം നീ നന്നാക്. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പയ്ക്ക് തൻ്റെ മക്കളോട് നിസ്കരിക്കാൻ പള്ളിയിൽ പോകടാ എന്ന് പറയാനുള്ള അർഹതയില്ല. കാരണം എന്തേ? നീ പള്ളിയിൽ പോകുന്നത് ആകെ വെള്ളിയാഴ്ച മാത്രമാണ്. നീ 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് അവൻ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ നിനക്ക് ഉപദേശിക്കാൻ അർഹതയുണ്ടാവുക? ഇരിക്കണ സഹോദരിമാർക്ക് തൻ്റെ മക്കളോട് ഖുർആനോത് നിസ്കരിക്കുക എന്ന് പറയാൻ അവകാശമില്ല. കാരണം അവൾ മഗ്രിബ് നിസ്കരിക്കാതെ സീരിയൽ കാണുന്നതാ മോള് കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യണോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോടാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ ദുആ ചെയ്യണേ, നിങ്ങൾ ഈ ദുആ ചെയ്യണേ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയോടും ബാപ്പയോടും എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ ആരാകണമെന്നറിയുമോ? നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? പടച്ചവനെ, നിങ്ങൾ മാതൃകയുള്ളവര് വാപ്പയാകൂ, നിങ്ങൾ മാതൃകയുള്ളവരും ഉമ്മയാവൂ. നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കള് പഠിക്കുന്നത്. പടച്ചവനെ, 5 നേരം നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന വാപ്പയെ കാണുന്ന ചെറിയ മക്കളുണ്ടല്ലോ. ഇന്ന് നീ 18 20 വയസ്സുള്ളവരോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവന് പോകില്ലല്ലോ. ഉസ്താദേ, ഞങ്ങൾ പറയുന്നത് അവൻ അനുസരിക്കുന്നില്ല. അതാ പടച്ചവനെ, മുടി വളർത്തിയിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ. ഉസ്താദേ, ഞങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല. നാണമില്ലേ പെണ്ണെ നിനക്ക് പറയാറ്? 12 15 വയസ്സുള്ള പെണ്ണുമകർ ആണും പെണ്ണും കെട്ട രീതിയിൽ കാടുപോലെ മുടി വളർത്തിയിട്ട് നടക്കുമ്പോ അതൊന്ന് വെട്ടിപ്പിക്കാൻ നീ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ മക്കൾക്ക് മാതൃകയാകൂ. എന്തേ റബ്ബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു ഭർത്താവ് പടച്ചവനോട് പറയുന്നല്ലോ, എന്റെ ഭാര്യ നീ സാലിഹത്താക്കണം തമ്പുരാനെ, എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണം തമ്പുരാന്, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം തമ്പുരാന്, എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നീ നന്നാക്കണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവര്, എന്നിട്ട് അവസാനം പറയുന്നത് എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ കഴിയുന്ന പടച്ചവനെ, അവർക്ക് 2 പേർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഭർത്താവാക്കി നീ എന്നെ മാറ്റണേ തമ്പുരാന് എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, വാപ്പാ നീ നേരെയാകൂ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നിന്നെ കാണുന്ന നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ വരെ ചോദിക്കുന്നു, വാപ്പാ എന്നെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ? ഞാനും വരട്ടെ നിസ്കരിക്കാൻ. ചെറിയ മക്കൾ ചോദിക്കുകയാ, വാപ്പാ ഞാനും പള്ളിയിലേക്ക് കടന്നു വരട്ടെ. നീ എങ്ങാനും ഒരു ദിവസം പള്ളിയിൽ പോകാതിരുന്നാൽ മക്കൾ ചോദിക്കുന്നു, പോകുന്നില്ലേ ഉപ്പാ? നിസ്കരിക്കാൻ പോകുന്നില്ലേ വാപ്പാ? പടച്ചവനെ, പൊന്നുമക്കൾ ചോദിക്കുകയാണ്. അതാ വീട്ടിൽ നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പടച്ചവനെ, കൊച്ചുകുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് കിടന്ന് നിസ്കരിക്കുകയാ. ചെറുപ്പം മുതലേ കാണുകയാണ്, ചെറുപ്പം മുതലേ കാണുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണോ. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണോ. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്ത് നീ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് നിന്റെ ഭാര്യയെ കുറിച്ചും നിന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ കുടുംബനാഥ, നീ നിന്റെ വീടിന്റെ വിളക്കാവൂ, നീ നിന്റെ മക്കൾക്ക് മാതൃകയാവൂ.
നീ നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകൂ. നാട്ടുകാര് പൊക്കി പറയുന്നതിൽ കാര്യമില്ല, നീ മഹാനാണെന്ന് നാട്ടുകാര് പറയുന്നതിൽ കാര്യമില്ല, നീ നല്ലവനാണെന്ന് ആര് പറയണമെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയണം, നിന്റെ പ്രിയപ്പെട്ട മക്കള് പറയണം നീ നല്ലവനാണെന്ന്. അപ്പോഴാണ് പടച്ചവന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്ര പാതിരാത്രി വന്ന് കിടന്നാലും സുബഹി നിസ്കാരം മുടക്കാറില്ല. അല്ലാഹുവേ, ഭാര്യ അഭിമാനത്തോടു കൂടി പറയണം എന്റെ ഭർത്താവ് ഒരു വഖത്ത് പോലും നിസ്കാരം കളയാക്കാത്തവനാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് പറയണം ഞങ്ങളുടെ വാപ്പയാരെന്നറിയോ? എത്ര നല്ല മനുഷ്യനാ, എന്റെ ഉപ്പയെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് സ്വന്തം മക്കൾ അഭിമാനത്തോടു കൂടി പറയുന്ന രീതിയിൽ ഒരു വാപ്പ വളരുമ്പോഴാ മനുഷ്യൻ വീടിന്റെ നാഥനാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയുള്ള വാപ്പയാകൂ, മാതൃകയുള്ള ഉമ്മയാകൂ. പടച്ചവനെ, മക്കള് നന്നാകുമല്ലോ, മക്കള് നേരെയാകുമല്ലോ, അവര് നിസ്കരിക്കുമല്ലോ, അവര് ഖുർആൻ ഓതുമല്ലോ. ഇന്ന് വീടിന്റെ അകത്ത് കടന്നു ചെന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിത്തല്ല, കൂടപ്പറപ്പുകള് തമ്മിത്തല്ല. പടച്ചവനെ, സ്നേഹമില്ലല്ലോ, വീടിന്റെ അകത്ത് സമാധാനമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തത്? ഇന്ന് ലോകത്തെല്ലാവരും സമാധാനമില്ലാതെ പരക്കം പായുകയാണ്. പടച്ചവനെ, ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട് വെച്ചിട്ടുണ്ട്, വീടിനകത്തേക്ക് കടന്നു ചെന്ന സമാധാനമില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. വീട് സമാധാനം തരുന്ന ഇടമാണെന്ന് ഖുർആൻ പറയുന്നു. നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല. പടച്ചവനെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്റെ ഭാര്യയുണ്ടല്ലോ. പലരും ചോദിക്കും, എന്തിനാ ഉസ്താദേ പെണ്ണ് കെട്ടുന്നത്? അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ആരെങ്കിലും വിവാഹം കഴിച്ച അല്ലാഹു അവന് സമാധാനം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.